ഹായ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ്. സാധാരണ ഒരു ഇക്വേഷൻ നമുക്കറിയാം. സാധാരണ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ഇതൊരു ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ്. എക്സ് ഈക്വൽ ടു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു -2. അതായത് -2 എന്നുള്ളത് ഈ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം. എക്സിന്റെ വാല്യൂസ് ആണ് ഇതിന്റെ സൊല്യൂഷൻ. അതുപോലെ ഇവിടെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് പകരം വേരിയബിളിന് പകരം എന്ത് വരണം? ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് വരണം. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു 1 സൈൻ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇതൊരു ഇക്വേഷൻ ആണ് അല്ലേ? ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു, അതായത് എക്സിന് ഏതൊക്കെ വാല്യൂസ് വരുമ്പോൾ സൈൻ എക്സ് 1 കിട്ടും. സൈൻ എക്സ് 1 കിട്ടുന്ന വാല്യൂസ് നമുക്കറിയാം. എക്സ് π/2, 5π/2, 3π/2 -1 വരും, എക്സെട്ര. ഇതാണ് ഇങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട് എക്സിന്. ഈ വാല്യൂസിനെല്ലാം സൈൻ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ എക്സിന് കിട്ടിയ വാല്യൂസ് ആണ് ഈ സെക്കൻഡ് ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് പറയാം. ഇതുപോലെ നമുക്ക് ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ പല ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഇക്വേഷൻ ഇൻവോൾവിംഗ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഞാൻ പറഞ്ഞു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും വേരിയബിളിന് പകരം. ഇവിടെ വേരിയബിൾ എന്തായിരിക്കും? ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആയിരിക്കും. അപ്പം ഇക്വേഷൻ ഇൻവോൾവിംഗ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് എ വേരിയബിൾ ആർ കോൾഡ് trigonometric equations. Next, the solution of a trigonometric equation for which 0 less than x less than or equal 0 less than or equal to x less than 2π are called principal solutions. എന്താണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ? സൊല്യൂഷൻ ഈ റേഞ്ചിൽ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കുള്ള ഒരു റേഞ്ചിലാണെങ്കിൽ ആ സൊല്യൂഷൻസ് നമുക്ക് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. അതുപോലെ വേറൊരു ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്, അതാണ് ജനറൽ സൊല്യൂഷൻ. അതായത് ഇങ്ങനൊരു റേഞ്ച് ഇല്ല. ദ എക്സ്പ്രഷൻ ഇൻവോൾവിംഗ് ഇൻറ്റിജർ n വിച്ച് ഗീവ്സ് ഓൾ സൊല്യൂഷൻസ്. അതായത് ഒരു പ്രത്യേക റേഞ്ച് ഇല്ലാതെ എല്ലാ സൊല്യൂഷൻസും മൊത്തത്തിൽ പറയുന്നതാണ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ സൈൻ എക്സ് ഈക്വൽ ടു √3/2. ഓക്കെ, സൈൻ എക്സ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. സൈൻ എക്സ് ഈക്വൽ ടു √3/2. അതായത് എക്സിന് ഏത് വാല്യൂ വരുമ്പോൾ സൈൻ എക്സിന്റെ വാല്യൂ √3/2 ആകും. നമുക്ക് സൈനിന്റെ വാല്യൂസ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ നമ്മളൊരു എളുപ്പവഴി പഠിച്ചിട്ടുണ്ട്. അതായത് 30, 45, 60 ഈ 3 വാല്യൂസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. 1/2, 1/√2, √3/2. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. 60യിലാണ് √3/2 വരുന്നത്. 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/3 അല്ലേ? π/3 ആണ് 60. നമുക്ക് എഴുതാം എക്സ് ഈക്വൽ ടു സൈൻ π/3. ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. സൈൻ π/3 ആണ് എന്ത്? √3/2. ഇത് നമുക്കറിയാം അല്ലേ? അപ്പോൾ π/3 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. ഫസ്റ്റ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് എക്സ് ഈക്വൽ ടു π/3 എന്നുള്ളത്. അതായത് എക്സ് ഈക്വൽ ടു π/3 ഒരു സൊല്യൂഷനാണ് കിട്ടി. ഇനി ഇതുപോലെ നമുക്കറിയാം 180 മൈനസ് സൈൻ പൈ മൈനസ് π/3ക്കും സൈൻ π/3ൻ്റെ തന്നെ വാല്യൂ ആയിരിക്കും അല്ലേ? 180 മൈനസ് 180 പ്ലസിലൊക്കെ സൈൻ തന്നെയായിരിക്കും. സൈൻ ഒരിക്കലും കോസിലോട്ട് പോവില്ല. അപ്പം ഈ പൈ മൈനസ് π/3 എന്ന് പറയുന്നത് സൈൻ π/3 ആയിരിക്കും നമുക്കറിയാം. ഇതിനൊന്ന് മാറ്റി എഴുതി എങ്ങനെ എഴുതാം? സൈൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3π മൈനസ് പൈ 2π/3 ഈക്വൽ ടു സൈൻ π/3. സൈൻ π/3 എത്രയാണ്? √3/2. ഇവിടെ എന്ത് കിട്ടി? സൈൻ 2π/3ൻ്റെ വാല്യൂ എന്താണ്? √3/2 എന്ന് കിട്ടി അല്ലേ? സൈൻ 2π/3ൻ്റെ വാല്യൂ √3/2 ആണ് കിട്ടി. അതായത് എക്സിന് ഏത് വാല്യൂ എടുത്തപ്പം √3/2 കിട്ടി? സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് 2π/3. എക്സിന് 2π/3 കൊടുത്താലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് കിട്ടും? √3/2 തന്നെ കിട്ടും. അപ്പോൾ എക്സിന് രണ്ട് സൊല്യൂഷൻ കിട്ടിയില്ലേ? ഫസ്റ്റ് സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു π/3, സെക്കൻഡ് സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 2π/3 അല്ലേ? അപ്പോൾ ഇവിടെ ഇത് എന്ത് സൊല്യൂഷനാണ്? പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്.
ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഫൈൻഡ് ദി പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ sin x ഈക്വൽ ടു √3/2. അതായത് എക്സിന് ഏതൊക്കെ വാല്യൂ വരുമ്പോൾ sin x √3/2 ആവും. നമ്മളിവിടെ കണ്ടു എക്സിന് π/3 വരുമ്പോൾ sin എക്സിൻ്റെ വാല്യൂ √3/2 ആവും. അതുപോലെ എക്സിന് 2π/3 എന്നുള്ള വാല്യൂ വന്നാലും sin എക്സിൻ്റെ വാല്യൂ എന്താകും? √3/2 ആകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ എനി റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ sin x ഈക്വൽ ടു sin y. ഇക്വേഷൻ ഇതാണ്, sin x ഈക്വൽ ടു sin y ഇംപ്ലൈസ് എക്സിൻ്റെ വാല്യൂ ഇതാണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടണം. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം. വേർ n ബിലോങ്സ് ടു z. നമുക്കൊന്ന് ഇക്വേഷന് തുടങ്ങാം. തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? sin x ഈക്വൽ ടു sin y അല്ലേ? ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇതിനൊന്ന് മാറ്റി എഴുതാം. sin x മൈനസ് sin y ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഫോമിലോട്ട് മാറി. sin x മൈനസ് sin y നമുക്കറിയാം. എന്താണ് sin x മൈനസ് sin y? ലാസ്റ്റ് സെഷനിൽ പഠിച്ചായിരുന്നു. 2 cos x പ്ലസ് y/2 sin x മൈനസ് y/2 അല്ലേ? 2 cos x പ്ലസ് y/2 sin x മൈനസ് y/2 ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതാം. ഇപ്പം ഈ ഒരു ഫംഗ്ഷൻ 0 ആണ് അല്ലേ? ഇത് പ്രൊഡക്റ്റ് ആണ്, കോസിൻ്റെയും സൈനിൻ്റെയും കൂടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അത് 0 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയിരിക്കില്ലേ? ദാറ്റ് ഗീവ്സ് എഴുതാം നമുക്ക് cos x പ്ലസ് y/2 ഈക്വൽ ടു 0 ഓർ sin x മൈനസ് y/2 ഈക്വൽ ടു 0. ഏതെങ്കിലും ഒരെണ്ണം 0 ആയാൽ ഇത് മൊത്തം 0 ആയി പോകും അല്ലേ? ഇനി cos x പ്ലസ് y/2 ഈക്വൽ ടു 0. കോസ് ഫംഗ്ഷൻ എപ്പോഴാണ് 0 ആകുന്നത്? അതായത് x പ്ലസ് y/2ന് ഏത് വാല്യൂ വരുമ്പോഴാണ് cos 0 ആയി പോകുന്നത്? കോസ് എപ്പോഴാണ് 0 ആവുന്നത്? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2ലാണ് അല്ലേ? കോസിൻ്റെ വാല്യൂ അതായത് cos x ഈക്വൽ ടു 0 ആവുന്നത് x ഈക്വൽ ടു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഓഡ് എന്നുള്ള അർത്ഥം. 2n എപ്പോഴും ഇവൻ ആയിരിക്കും, അതിനോട് 1 ചേർത്ത് ഓഡ് സംഖ്യ ആയിരിക്കും. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2ലാണ് cos x 0 ആവുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഈ വാല്യൂ 0 ആവുന്നത് എപ്പോഴാണ്? x പ്ലസ് y/2 ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു π/2 ആകുമ്പോഴാണ്. അതുപോലെ സൈൻ്റെ വാല്യൂ എപ്പോഴാണ് 0 ആവുന്നത്? ഇത് സൈൻ്റെ വാല്യൂ sin x ഈക്വൽ ടു 0 എപ്പോഴാണ്? x ഈക്വൽ ടു n പൈ. പൈൻ്റെ എല്ലാ മൾട്ടിപ്പിളിലും സൈൻ്റെ വാല്യൂ 0 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നു? x മൈനസ് y/2 ഈസ് ഈക്വൽ ടു n പൈ. ഇതിൽ നിന്നാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? x പ്ലസ് y ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു പൈ എന്ന് എഴുതാം. ഈ 2 ക്യാൻസൽ ആവും. ഇവിടുത്തെ 2 ക്യാൻസൽ ആവും. അതുപോലെ ഇവിടെ എന്ത് എഴുതാം? ഓർ x മൈനസ് y ഈസ് ഈക്വൽ ടു 2n പൈ എന്ന് എഴുതാം അല്ലേ? വേർ n ബിലോങ്സ് ടു z. കാരണം നമുക്കറിയാം ഇവിടെ ഈ n എന്താണ്? z-ലാണ്. ഇൻറ്റിജർ ആവാം. n ഇൻറ്റിജർ ആണ്. മൈനസിലും പ്ലസിലും എല്ലാം പൈൻ്റെ മൾട്ടിപ്പിളിലെല്ലാം sin x 0 ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷനിൽ നിന്ന് x ഈക്വൽ ടു എന്തെന്ന് എഴുതാം? x ഈക്വൽ ടു ഈ വൈനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. y റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളത് എഴുതാം. 2n പ്ലസ് 1 ഇൻറ്റു പൈ മൈനസ് y ഓർ x ഈക്വൽ ടു 2n i പ്ലസ് y. ഈ ലെഫ്റ്റിലെ y റൈറ്റിലോട്ട് കൊണ്ടുപോയി. ഇവിടെ ലെഫ്റ്റിലെ y റൈറ്റിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, എക്സിൻ്റെ വേർ n ബിലോങ്സ് ടു z. ഇതൊന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതണം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 x ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു പൈ മൈനസ് y എന്നും ഓർ x ഈക്വൽ ടു 2n പൈ പ്ലസ് y എന്ന് 2 സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നുണ്ട്. ഇതൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതണം. അതിനുവേണ്ടി നമുക്ക് x ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു പൈ
2n plus 1 into pi പ്ലസ്, കാരണം ഇവിടെ മൈനസ് ആണ്, -1 ആയതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എപ്പോഴും അത് മൈനസ് ആയിരിക്കണമെങ്കിൽ അത് പവർ ഓഡ് ആയാൽ മതി അല്ലേ? അപ്പോൾ -1/3 എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, -1/5 നെഗറ്റീവ് ആയിരിക്കും. ഓഡ് പവർ ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും കിട്ടുന്നത്. അപ്പം ആ ഓഡ് പവർ കിട്ടാൻ വേണ്ടി നമ്മൾ -1/2n plus 1 കൊടുക്കും. അതുപോലെ ഇവിടെ എന്തെന്ന് എഴുതാം? ഓർ x ഈക്വൽ ടു 2n പൈ, ഇവിടെ എപ്പോഴും പോസിറ്റീവ് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് എന്ത് എഴുതാം? പവർ ഈവൻ ആക്കിയാൽ മതി. പവർ ഈവൻ ആക്കുമ്പോൾ എപ്പോഴും അതൊരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. -1/2 പോസിറ്റീവ്, -1/4 വന്നാൽ പോസിറ്റീവ് അല്ലേ? പവർ ഈവൻ വന്നാൽ അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. n belongs to z. ഇനി ഇതിന് നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് ഒന്നിച്ചെഴുതാം. ഇപ്പോൾ രണ്ടായിട്ടാണ് കിടക്കുന്നത് അല്ലേ? എക്സിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഒന്നിച്ചെഴുതാം. കമ്പൈനിങ് ഈ ഫസ്റ്റ് 1 and 2, these two results. കമ്പൈനിങ് 1 and 2 ഇത് നമുക്ക് കിട്ടും x ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ 2n plus 1 ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ, ഇവിടെ 2n പൈ ഈവൻ മൾട്ടിപ്പിൾ. അപ്പോൾ എല്ലാ പൈയുടെ മൾട്ടിപ്പിളും വരണം അല്ലേ? ഓഡ് മൾട്ടിപ്പിളും വരണം, ഈവൻ മൾട്ടിപ്പിളും വരണം. അപ്പോൾ എങ്ങനെ എഴുതാം? n പൈ എന്ന് പറഞ്ഞാൽ എല്ലാ മൾട്ടിപ്പിളും വന്നില്ലേ? ഓടും വരും, ഈവനും വരും. അതുപോലെ ഇവിടെ ഓഡ് വൈയും ഇവിടെ ഈവൻ വൈയുമാണ് വരുന്നത്. അപ്പോൾ രണ്ടും ഒന്നിച്ച് എല്ലാ വൈയും വരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ന് എഴുതിയാൽ മതി? -1/n. അതായത് എല്ലാം നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. 1 വന്നാൽ ഇത് നെഗറ്റീവ് ആവും, 2 വരുമ്പോൾ n=1 വരുമ്പോൾ -1 വരും, n=2 വരുമ്പോൾ +1 വരും, വീണ്ടും n=3 വരുമ്പോൾ നെഗറ്റീവ് അല്ലേ? മാറി മാറി വരും, എല്ലാം വരും. അതായത് ഇതും വരണം, ഇതും വരണം, 1ഉം വരണം, 2ഉം കിട്ടണം. -1/n into y where n belongs to z എന്നില്ല. ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഈസിയാണ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതിനെ നമ്മൾ അറിയാവുന്നൊരു ഇക്വേഷനിലോട്ട് മാറ്റി എഴുതി, ഫസ്റ്റ് അറിയാവുന്നൊരു ഇക്വേഷനിലോട്ട് മാറ്റി എഴുതി, എന്നിട്ട് അതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂസ് എഴുതി വൈനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഇവിടെ കൊണ്ട് തീർക്കാൻ വേണമെങ്കിൽ, പക്ഷെ നമ്മളൊരു ജനറൽ സൊല്യൂഷൻ ആയതുകൊണ്ടാണ് ഒരു ജനറൽ ഫോമിലോട്ട് മാറ്റി എഴുതുന്നത്. ഒക്കെ ഉപയോഗിച്ച് എഴുതുന്ന ഒരു ജനറൽ ഫോമിലോട്ട് മാറ്റുന്ന ഒരു ജനറൽ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം നോക്കാം. ഫോർ എനി റിയൽ നമ്പേഴ്സ് x ആൻഡ് y, cos x ഈക്വൽ ടു cos y, ഇവിടെ സൈന് പകരം കോസ് ആണ്, ഇംപ്ലൈസ് x ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y വേർ n ബിലോങ്സ് ടു z. സൈൻ ചെയ്തപോലെ തന്നെ കോസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ എഴുതാം. cos x ഈക്വൽ ടു cos y തന്നിട്ടുണ്ട്. ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ cos x മൈനസ് cos y ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി cos x മൈനസ് cos y ലാസ്റ്റ് സെഷനിൽ കണ്ടതാണ്, മൈനസ് ആണ്, അതുകൊണ്ട് എന്ത് വരും ഇവിടെ? -2 sin x പ്ലസ് y ബൈ 2, സൈൻ തന്നെയാണ്, x മൈനസ് y ബൈ 2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എന്ത് എഴുതാം? sin x പ്ലസ് y ബൈ 2 ഈക്വൽ ടു 0 ഓർ sin x മൈനസ് y ബൈ 2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. സൈൻ 0 ആവുന്നത് എപ്പോഴാണ്? നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പ്രോബ്ലത്തിൽ കണ്ടു, എപ്പോഴും n പൈൻ്റെ മൾട്ടിപ്പിളിനാണ്. അതായത് x പ്ലസ് y ബൈ 2 ഈസ് ഈക്വൽ ടു n പൈ. പൈൻ്റെ എല്ലാ മൾട്ടിപ്പിളിലും സൈൻ്റെ വാല്യൂ 0 ആയിരിക്കും, n പൈ. ഓർ ഇവിടെ എന്ത് എഴുതാം? x മൈനസ് y ബൈ 2 ഈസ് ഈക്വൽ ടു n പൈ. ഇതൊന്ന് മാറ്റി എഴുതിയാൽ x പ്ലസ് y ഈസ് ഈക്വൽ ടു 2n പൈ ഓർ x മൈനസ് y ഈസ് ഈക്വൽ ടു 2n പൈ. x ആണ് കണ്ടുപിടിക്കേണ്ടത്. x ഈക്വൽ ടു 2n പൈ മൈനസ് y ഓർ x ഈക്വൽ ടു 2n പൈ പ്ലസ് പൈ. നമുക്ക് ഇവിടെ 2n പൈ മൈനസ് പൈയും 2n പൈ പ്ലസ് y രണ്ടും കൂടെ കമ്പയർ ചെയ്ത് എഴുതി എങ്ങനെ എഴുതാം? x ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y where n belongs to z. ഈസി അല്ലേ? ഇതിനല്ലേ കിട്ടണ്ടേ ആൻസർ? x ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y. ആൻസർ കിട്ടി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. പ്രൂവ് ദാറ്റ് ഇഫ് x ആൻഡ് y ആർ നോട്ട് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2,
then tan x equal to tan y implies x equal to n pi plus y, where n belongs to z. ഇവിടെ tan x equal to tan y എന്നാണ് ഇക്വേഷൻ. ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. tan x equal to tan y. ഇതിനെ എങ്ങനെ എഴുതാം? tan x minus tan y is equal to 0. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എക്സും വൈയും x and y are not odd multiple of pi by 2. അല്ലേ? odd multiple of pi by 2 വരാൻ പാടില്ല. അതിൻ്റെ റീസൺ എന്താണ്? നമുക്കറിയാം tan x എന്ന് പറഞ്ഞാൽ sin x by cos x ആണ്. odd multiple of pi by 2 കോസിൻ്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. അല്ലേ? odd multiple of pi by 2 കോസിൻ്റെ വാല്യൂ 0 ആയി പോകും. അപ്പോൾ അത് നോട്ട് ഡിഫൈൻഡ് ആയി പോകും. ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അതുകൊണ്ടാണ് odd multiple of pi by 2 എക്സിന് വരരുത്. odd multiple of pi by 2 വരരുത് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു odd multiple of pi by 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി സൈനിൻ്റെ കോസിൻ്റെ രൂപത്തിലോട്ട് മാറ്റാം. സൈൻ എക്സ് ബൈ കോസ് എക്സ്. ടാൻ എക്സിന് മാറ്റി സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി. ടാൻ വൈന് സൈൻ വൈ ബൈ കോസ് വൈ എന്ന് മാറ്റി എഴുതി. ഈക്വൽ ടു 0. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ divided by cos x cos y is equal to 0. ഇതിനെന്ത് എഴുതാം? താഴെ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ is equal to 0. അല്ലേ? ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കൊണ്ടുപോയാൽ 0 ആയി പോകും. ഇനി ഇതെന്താണ്? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ്. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ്. ബേസിക് ഇക്വേഷൻ ആണിത്. ഇത് 0. അപ്പോൾ സൈൻ എപ്പോഴാണ് 0 ആവുന്നത്? സൈൻ എക്സ് 0 ആവുന്നത് എക്സ് ഈക്വൽ ടു എൻ പൈ ആവുമ്പോഴാണ്. സൈൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു എൻ പൈ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എൻ പൈ എന്ന് എഴുതാം. അല്ലേ? ഇതിൽ നിന്ന് എങ്ങനെ എന്തെഴുതാം? എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ വെയർ n belongs to z. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇതാണ് നോക്കിക്കുക. എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ വെയർ n belongs to z. നമുക്ക് ആൻസർ കിട്ടി. ഈ പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.